ഇതങ്ങോട്ട് കൊടുക്കുമ്പോൾ അമൃതയ്ക്ക് അഭിനന്ദനങ്ങൾ. അമൃതയ്ക്ക് എന്ത് സന്തോഷമാവും. നല്ല നമുക്കും ഒരു സന്തോഷം, കിട്ടുന്നവർക്കും ഒരു സന്തോഷം. അത് തന്നെ. നോക്കിക്കൊണ്ടിരിക്കാതെ രണ്ടെണ്ണം തുടച്ചെങ്കിലും വെക്കും. ഒന്ന് താ, ഒട്ടിച്ചതാ. അല്ലെങ്കിൽ ഒട്ടിക്കാൻ എനിക്ക് രണ്ടെണ്ണം പൊട്ടിക്കാനാ തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട്. ഇത് എന്തൊരു ജന്മമ്മ ഇത്. ഒരു മണമില്ല, ഒരു ഗുണമില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഉടനെ നെഗറ്റീവ് അടിച്ച് അതിനെ നശിപ്പിക്കും. ഇത് കണ്ടോ, ശാസ്താനഗർ റെസിഡൻസിന്റെ കാരാളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷത്തിന് ഏറ്റവും കൂടുതൽ ഇഡലി മത്സരം, പിന്നെ പിന്നെ മണ്ണപ്പം ചുട്ട് ഇടുന്നതിന്, മെഴുകുതിരി കത്തിക്കൽ, സ്പൂണോട്ടം, എല്ലാത്തിനും എനിക്കായിരുന്നു ഫസ്റ്റ്. എവറോളിംഗ് ട്രോഫിയാ. ഇത് നമ്മുടെ 7ാം വാർഡിൽ ആ കൊച്ചിന് കൊടുക്കാം. അയ്യപ്പൻ എന്റെ മോക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ സ്റ്റിക്കർ ഒട്ടിക്കണം. അതിന് അതിനകത്ത് ഇത് ഒട്ടിക്കണം. അല്ല, ഇതുകൊണ്ട് തികയോ? തികയില് വേണം, ഒരു 5-6 കൂടി വേണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മച്ചമ്മയുടെ റൂമിനകത്ത് ആ ഷെൽഫിനകത്ത് കവറിനകത്തോട്ട് ഓരോ കുഞ്ഞു ട്രോഫികൾ ഇരിപ്പുണ്ടല്ലോ, അതും എടുത്താലോ? മച്ചമ്മയുടെ റൂമിൽ, നിങ്ങളുടെ റൂമിലെ ആ ഷെൽഫിനകത്ത് പിന്നെ കട്ടിലിൽ അവിടെയായിട്ട് കുറെ കുഞ്ഞു ട്രോഫികൾ കവറിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതെ, ആളില്ലാത്ത ട്രോഫി അല്ല, എന്റെ മുത്തിന് കിട്ടിയതോ. അതിനകത്തെങ്ങാനും കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ ഞാനങ്ങ് വെട്ടും. ഇത് മൊത്തം എടുത്ത് തുടച്ചോ? തുടച്ചോണ്ടിരിക്കുക. ഞാൻ എൻ്റെ 1-2 ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കി ഒട്ടിക്കണം. ഞാൻ ട്രോഫി വേണം. അല്ലടേ, ഒരു ട്രോഫി ഞാനും തരാം. അയ്യോ, എൻ്റെ പൊന്നമ്മ, അമ്മയുടെ മോന് കിട്ടിയ വല്ല ട്രോഫിയാണെങ്കിൽ വേണ്ട. അമ്മയുടെ മോൻ്റെ മോളെ ഒരു വക ഇവിടെ വേണ്ട. അതല്ല, പണ്ട് കേരളോത്സവത്തിന് ഞാൻ പിന്നെ തിരുവാതിരക്കളിക്ക് പോയില്ലായിരുന്ന, അപ്പൊ എനിക്ക് കിട്ടിയ ഒരു സമ്മാനം ഇരിപ്പുണ്ട്. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു, 10 പേർക്കും കിട്ടി. ഞാൻ ട്രെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് തരാം. എന്നാലേ അമ്മ, അന്ന് കൂടെ കളിച്ച 9 പേരില്ലേ ബാക്കിയുള്ള, അവരുടെ ട്രോഫി കൂടെ മേടിച്ചു തരാൻ പറ്റുമോ? ഷോ, അതിപ്പോ ഇനി എങ്ങനെയാ ഞാൻ പോടാടുന്നു. അതൊന്നും നടക്കുന്നത് ഉള്ളതാവട്ടെ. അമ്മയുടെ കൂടെ തിരുവാതിര കളിച്ച 9 പേരെ അഡ്രസ്സ് തപ്പിയെടുക്കും. ഇതുപോലെ വയസ്സൻ ടീമുകളാകുമ്പോൾ തരും. അവർക്ക് മനസ്സിലിഞ്ഞ് വേറെ കൊച്ചുമക്കൾക്ക് കൊടുക്കണ പോലെ കൊടുക്കാൻ നമുക്ക് 2000 ആളുകളും തപ്പിയെടുക്കും. ട്രോഫി കാണും, പക്ഷെ ആ മേടിച്ച ആൾക്കാർ ഇപ്പോൾ കാണുമെന്ന് വല്ല സംശയം. ഉള്ളവരെന്ന് എടുക്കാം. ഏതായാലും നോക്ക് നീ. എന്താ ചേച്ചി തുള്ളിച്ചാടി പോണ്, വിളിച്ചിട്ട് നിൽക്കില്ലല്ലോ? അതെ, അമ്മയ്ക്ക് കിട്ടിയ ഒരു ട്രോഫി എടുക്കാൻ വേണ്ടി പോയത്. ചേച്ചിക്ക് ട്രോഫി കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ, അമ്മയ്ക്ക് പണ്ട് തിരുവാതിരക്ക് എന്തോ ടീമായിട്ട് കിട്ടിയ ആ ട്രോഫി ഉണ്ട്, അത് എടുത്തിട്ട് പോയത്. അപ്പൊ ചേച്ചീന് ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ? ആ, എന്തേ? അല്ല, നീ ട്രോഫി ആയിട്ട് വരാൻ പറഞ്ഞു ഇവിടേക്ക്. കേട്ടാ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ ഞാൻ വന്നത്. ഇത് ഫോട്ടോ എടുക്കാൻ ആരും പറഞ്ഞു? അല്ല, നീയല്ലേ ട്രോഫി ആയിട്ട് വരാൻ? ഞാൻ ട്രോഫി ആയിട്ട് വരാൻ പറഞ്ഞതേ അമ്മ. ഇപ്പോഴത്തെ ഈ 10ാം ക്ലാസ് പാസ്സായ പിള്ളേർ A+ മേടിച്ച കുട്ടികൾക്ക് ഞങ്ങളുടെ DDP പാർട്ടിയുടെ വക ഒരു മൊമെന്റം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഞങ്ങളുടെ കയ്യിലുള്ളതും ഇവനുള്ളതും നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ കുട്ടികൾക്ക് സന്തോഷമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം. അപ്പോൾ അമ്മാവന് കിട്ടിയ ഇതും നമ്മൾ ഒരു കുട്ടിക്ക് അമ്മാവൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ സ്പോൺസർ ചെയ്തായിട്ട് ഒരു സന്തോഷം. എടാ, ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്നേ മികച്ച ക്ഷീരകർഷകന് കിട്ടിയിട്ടുള്ള അവാർഡാണിത്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. എന്താ കൊടുത്തക്കളും നല്ല ട്രോഫി അല്ലേ? എടാ, നിങ്ങളുടെ പാർട്ടി കൊടുക്കണമെങ്കിൽ നിങ്ങൾ കാശ് പിരിച്ച എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കണം. ഈ ട്രോഫിയുടെ വില എന്താണെന്ന് അറിയണക്ക്, ഇതിന്റെ മഹത്വം എന്താണെന്ന് അറിയണക്ക്. അമ്മാവാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു. ചേട്ടാ, നീ ഈ രാത്രി ധൃതി പിടിച്ചപ്പോഴൊരു ട്രോഫി ആയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ പുതിയ ജുബൊക്കെ ഇട്ട് വന്ന എന്തിനാണെന്നറിയോ? നീ ഈ ട്രോഫിയും പിടിച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ക്ഷീരകർഷകനെ കുറിച്ചിട്ട് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാർട്ടി ആദരിക്കുന്നുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടില്ല ഞാൻ വന്നത്. അത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. എന്നിട്ട് അമ്മാവ് ഇതെന്തെങ്കിലും ഒരു കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ക്ഷീരകർഷകൻ അമ്മാവിന് ഇനിയും ക്ഷീരകർഷകനാവാൻ പറ്റും. പക്ഷേ ഈ 10ാം ക്ലാസ്സിൽ പാസ്സായ കുട്ടിക്ക് ഒരു പ്രാവശ്യം 10ാം ക്ലാസ്സിൽ പാസ്സായ A+ മേടിക്കാൻ പറ്റും. അത് ആലോചിച്ച് നോക്ക്. നീ പോടായിരുന്നു. ഇത്ര കാലം പഠിച്ചിട്ട് എനിക്കൊരു ട്രോഫി കിട്ടിയിട്ടില്ല. ആകെ മണ്ണിനോട് മല്ലടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്രോഫിയാണിത്. എടുത്തൊക്കെ ഇതായി. അല്ല ചേട്ടാ, നല്ലൊരു കാര്യത്തിനല്ലേ, നമുക്ക് കൊടുക്കാം. നമുക്ക് അതിന്റെ വില അറിയണ്ട. അമ്മായിക്ക് നേരത്തെ വല്ല സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ട് അമ്മായി. അല്ല, അമ്മായിക്ക് ഒരു സമ്മാനം പറഞ്ഞാൽ കിട്ടും. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും കൂടുതൽ വഴിപാട് നടത്തിയത് അത് അവർ നോക്കി വെച്ചിട്ടുണ്ട്. ആ ചേച്ചീനെ കണ്ടിട്ട് അത് നിർത്താൻ പറയാം. ചേച്ചിക്ക് കിട്ടിയ ട്രോഫി അനക്ക് തരാനുള്ളതല്ല. അത് അമ്മ തരണല്ലേ, അതിനെ മുടക്കായി. ബാക്കി എല്ലാം കൃത്യമായിട്ടൊന്ന് ഒട്ടിച്ചു വെക്ക്. ഞാനൊന്ന് ഇച്ചിരി ഒന്ന് കിടക്കട്ട്, ഒരു ചെറിയ തലവേദന. ഞാനിത് നോക്കിയിരുന്നേ കണ്ണ് കാണിക്കും. വെള്ളം തുടയ്ക്കാനുള്ളത് തുടച്ചോ.